തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രഖ്യാപന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയം നിശ്ചയദാർഢ്യത്തോടെയാണ് നാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ഈ ദൗത്യം ഏറ്റെടുത്തത്. ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കേണ്ടതില്ല, ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നാം നേടിയിട്ടുള്ള ഈ നേട്ടം എല്ലാ കേരളീയർക്കും, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കേവലമായ ഒരു ക്ഷേമ പദ്ധതിയല്ല, ചാരിറ്റി പ്രവർത്തനമല്ല. ഇത് കാണേണ്ടത് ഇത് ആരുടെയും ഔദാര്യവുമല്ല. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമ്പത്തിക സമത്വമെന്ന അടിസ്ഥാന മൂല്യത്തിൻ്റെ പ്രായോഗിക സാക്ഷാത്കാരമാണ്, പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. ആ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പറയുകയുണ്ടായി, 4 ലക്ഷത്തോളം ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, അവരെല്ലാം അക്ഷരാർത്ഥത്തിൽ ഓരോ വീട്ടിലും കയറിയിറങ്ങി, ഓരോ ജീവിതവും തൊട്ടറിഞ്ഞു. തൻ്റെ അയൽവാസി പട്ടിണിയിലാണോ എന്ന് മനസ്സിലാക്കി നടത്തിയ ബൃഹത്തായ ഒരു ജനകീയ പ്രക്രിയ. അതിലൂടെയാണ് ഈ യജ്ഞത്തിന് തുടക്കമിട്ടത്. ഇവിടെ ക്ലേശഘടകങ്ങളെപ്പറ്റി പറഞ്ഞു. ഭക്ഷണം, ആരോഗ്യം, വരുമാനം, വാസസ്ഥലം. ഇത് ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെയാണ് ഇത്രയും 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. രാജ്യത്തെ അതിദാരിദ്ര്യരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്.